ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിന് പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല കമ്പനി ഒയാസിസിനെതിരെ കേസെടുക്കാമെന്ന് റവന്യൂ വകുപ്പ് അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകി. സ്റ്റേറ്റ് ലാൻഡ് ബോർഡാണ് അനുമതി നൽകിയത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, CPIയുടെ അതിർത്തി ഇങ്ങനെ പരോക്ഷമായി റവന്യൂ വകുപ്പിൻ്റെ രൂപത്തിൽ നമ്മൾ പലയാവർത്തി പല അനുമതി നിഷേധിക്കൽ നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെ അങ്ങനെ നിഷേധിക്കുന്ന അനുമതികളെ മറികടക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നീക്കങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ ആ ഒരു ഭംഗിയില്ലാത്ത ശീതസമരം ഇപ്പോഴും തുടരുകയാണ്. ഉമേഷ്, അങ്ങനെ വേണം കരുതാൻ. കാരണം നേരത്തെ തന്നെ ഈ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ നടപടിയുമായി റവന്യൂ വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. നിലവിൽ ഒരു കമ്പനിക്ക് സ്റ്റാൻഡേർഡ് 1963യുടെ നിയമപ്രകാരം ആകെ 10 ഏക്കർ, സ്റ്റാൻഡേർഡ് 10 ഏക്കർ എന്നുള്ളതാണ് കൈവശം വെക്കാനുള്ള ഭൂമിയുടെ അളവ്. അത് പരമാവധി 12 മുതൽ 15 ഏക്കർ വരെയാകാം. പക്ഷേ ഒയാസിസ് കമ്പനിക്കുള്ളത് 24 ഏക്കറാണ്. അത് ഒറ്റ പ്രമാണമല്ല, ഒന്നിലധികം പ്രമാണമായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ വകുപ്പിന് അതിൽ വീഴ്ച പറ്റിയിട്ടില്ല. പക്ഷേ ഇതൊരൊറ്റ കമ്പനിയുടെ പേരിൽ ഒന്നിലധികം പ്രമാണങ്ങളിലൂടെ 24 ഏക്കർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത്, ഒരു കമ്പനിയുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് നിലവിലെ ഭൂമി കൈവശം വയ്ക്കാനുള്ള നിയമത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് ബോർഡിനെ ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. സ്റ്റേറ്റ് ലാൻഡ് ബോർഡാണ് അനുമതി നൽകിയത്. താലൂക്ക് ലാൻഡ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകും. എന്തായാലും നിലവിൽ സംസ്ഥാനത്തിന്റെ നിയമപ്രകാരം 24 ഏക്കർ സ്വന്തമായി കൈവശം വെച്ചുകൊണ്ട് ഒയാസിസ് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനി അവരുടെ 24 ഏക്കർ എന്നുള്ളത് അത് കുറയ്ക്കേണ്ടി വരും. പകുതിയായിട്ട് 12 ഏക്കറായിട്ടെങ്കിലും 12 മുതൽ 15 ഏക്കർ വരെ പരമാവധി കൈവശം വെക്കാവുന്നതുണ്ട്. പക്ഷേ എങ്കിലും ഇത് പകുതി വരെയെങ്കിലും മറ്റൊരു പ്രമാണത്തിലേക്കോ മറ്റേതെങ്കിലും കമ്പനികളിലേക്കോ എല്ലാം അടക്കം മാറ്റേണ്ടി വരും. എന്തായാലും CPI അല്ലെങ്കിൽ CPIയുടെ കീഴിലുള്ള റവന്യൂ വകുപ്പ് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ കൃഷി വകുപ്പും സമാനമായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷയിൽ എതിർ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് കൃഷി വകുപ്പും ഈ എതിർപ്പ് അറിയിച്ചിരുന്നു. ഹഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയാണ്. ഈ പറയുന്ന എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല ഒയാസിന് കേസെടുക്കാമെന്നാണ് റവന്യൂ പറയുന്നത്. പക്ഷേ ആ പദ്ധതിക്ക് വേണ്ടി എക്സൈസ് മന്ത്രി തന്നെ കർശനമായി കട്ടക്ക് നിൽക്കുമ്പോഴേക്കും ഈ കേസെടുക്കാൻ എന്നൊക്കെ പറയുന്നതൊക്കെ എത്രത്തോളം വിജയിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണാം.